ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിനായിട്ടൊരു തയ്യാറാക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ. അത് 1 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾക്ക് എക്സാമിന് 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളാണ് ഉണ്ടാവുക ഫസ്റ്റ്. പിന്നെ ദുറൂസുൽ ഇസ്ലാം 2 എന്ന് പറഞ്ഞിട്ട് 11 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്നായിട്ടുള്ള പാഠത്തിൻ്റെ റിവിഷനായിട്ട് ഈ ചോദ്യപേപ്പർ പഠിക്കാം. 1ാമത്തെ ചോദ്യം മുതൽ 6ാമത്തെ ചോദ്യം വരെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് ചോദ്യം വരുന്നത്? ഇലാഹിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് എന്ത്? മുസ്തഈല്. അല്ലാഹു തആലാക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് മുസ്തഈല്. വാജിബ് അല്ലാഹു തആലാക്ക് ഉണ്ടാവുന്ന സിഫത്താണ്. മുസ്തഈൽ അതിൻ്റെ വിപരീതമാണ്. ജായിസായ സിഫത്ത് ഉണ്ടാവലും ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹുവിന് ജായിസാണ്. മനസ്സിലാക്കുക. അടുത്ത 2, അലി റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്ത യുദ്ധം ഏതാണ്? തബൂക്ക് യുദ്ധമാണ് അലി റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്തത്. അലി റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? തബൂക്ക് യുദ്ധവേളയിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിർത്തിയത് അദ്ദേഹത്തെയായിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. മദീനയിലെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ഏത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ബനു അദീ വംശത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. മനസ്സിലാക്കുക. വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ്. വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 82 വയസ്സായിരുന്നു. അൽ ഖിയാമും ബിൻ നഫ്സി എന്നതിൻ്റെ വിപരീത സിഫത്ത് ഏതാണ്? ഇഖ്തിയാജ്. ഇഖ്തിയാജ് എന്നാണ്. അൽ ഖിയാമും ബിൻ നഫ്സി അൽ ഇഖ്തിയാജ്. അപ്പം ഷൈത്താന്മാരുടെ നേതാവാണ് ഇബ്ലീസ്. ഇബ്ലീസ്. ജിന്നുകളിൽ കാഫിറുകളാണ് ഷൈത്താന്മാർ. അവരുടെ നേതാവാണ് ഇബ്ലീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ടിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ചോദിച്ചു. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ 4 ഖലീഫമാരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ ഇവിടെ ഖിയാമും ബിൻ നഫ്സി എന്നതിൻ്റെ വിപരീത സിഫത്ത് ചോദിച്ചു. ഖിയാമും ബിൻ നഫ്സി എന്നതിൻ്റെ വിപരീത സിഫത്ത്. അതുപോലെ ബാക്കി ഏതെങ്കിലും നമ്മൾ 20 സിഫത്തുകൾ പഠിച്ചിട്ടുണ്ട്, വാജിബും മുസ്തഈലും. അപ്പം നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ മറ്റൊക്കെ മനസ്സിലാക്കുക. അതുപോലെ വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ്. അതുപോലെ മറ്റ് ഖലീഫമാരതൊക്കെ ഇതുപോലെ ചോദ്യം വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാൻ. എന്താണ്? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. അപ്പം അതിൻ്റെ ഈ എഴുതാം. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ കൽബു സലീം എന്ന പാഠത്തിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നമ്മാമുൻ. അതുപോലെ എന്താണ്? ലൈസൽ മുഅ്മിനു എന്താണ്? ലൈസൽ മുഅ്മിനു ബിഹഖൂദ്. അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ലൈസൽ മുഅ്മിനു ബിഹഖൂദ്. അടുത്തതാ യകുൽ ഹസനാത്തി അൽ ഹസദു യകുനുൽ ഹസനാത്ത് ബി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബി എഴുതാം. മിനൽ മൊഹ്ലിക്കാത്ത്. മിനൽ മൊഹ്ലിക്കാത്ത് എന്താണ്? മിനൽ മൊഹ്ലിക്കാത്ത് ഷുഹുൻ മുത്താവുൻ. 3 കാര്യങ്ങൾ നാശകാരികളാണ്. സലാസ് മൊഹ്ലിക്കാത്ത്. അപ്പോൾ അത് അതിൻ്റെ സി എഴുതി കൊടുക്കാം. അടുത്തത് ഇന്നല്ലാഹ യൻളുറു. ഇന്നല്ലാഹ യൻളുറു വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. അപ്പം അതിൻ്റെ കുലൂബ് എന്നതിൻ്റെ എ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് നൂറ്റാണ്ടിലാണ് ആഗതനായത്. ഏത് നൂറ്റാണ്ടിലാണ്? 6ാം നൂറ്റാണ്ടിലാണ്. 6ാം നൂറ്റാണ്ടിലാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനായത്. ഈ യുഗത്തെ ചരിത്രകാരന്മാർ ഇരുണ്ട കാലമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാക്കാം. അടുത്ത അൽ ഖുലഫാഉർ റാഷിദൂനയുടെ ഭരണകാലം എത്രയാണ്? 30 വർഷമാണ്. ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം 30 കൊല്ലത്തോളം നീണ്ടു നിന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതെന്താണ്? വഖായിമും ഡാഷ് വഹൈ. എന്താണ്? അള്ളാഹു താലയുടെ വാജിബായ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞ പാഠത്തിൽ
വാജിബായ സിഫത്തുകളെ കുറിച്ചുള്ള ബൈത്ത് പഠിച്ചിരുന്നു. അപ്പം അതിലെ രണ്ടാമത്തെ ലൈനാണത്. എന്താണ്? വകായിമും ആനി വവാഹീദും വഹൈ ഖാദിർ മുരീദുൻ ആലിമും ബി കുല്ലി ഷൈ. അപ്പം അതുപോലെ മറ്റേതെങ്കിലും ലൈന് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതി പഠിക്കാം. അടുത്തത് എന്താ? ഏതൊരു കർമ്മവും സ്വീകാര്യമാകുന്നത് ഡാഷ് പരിഗണിച്ചാണ്, നിയ്യത്ത് പരിഗണിച്ചാണ്. ഏതൊരു കർമ്മവും സ്വീകരിക്കുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. 7 അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. അതിലൊരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അടുത്തത് കുലിൽ ഹഖ് വലൗ കാന മുറ. കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക, കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ മറ്റുള്ളതൊക്കെ വരാം. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാ യഅ്തബു ബഅ്ളുകും ബഅ്ളം. നിങ്ങൾ ഗീബത്ത് പറയരുത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്തതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ജിന്നുകളെ സൃഷ്ടിച്ചത് ഏത് വസ്തു കൊണ്ടാണ്? ജിന്നുകളെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബനു തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മു ഹൈറിൻ്റെയും മകനായി ജനിച്ചു. അപ്പോൾ ഉമ്മു ഹൈർ, മാതാവിൻ്റെ പേര് ഉമ്മു ഹൈർ, പിതാവിൻ്റെ പേര് അബൂ ഖുഹാഫ. മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഹിജ്റ വർഷം, ഹിജ്റ 11-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തിയതാര്? ആരായിരുന്നോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. ആരാണെന്ന് വെച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. ദാരിദ്ര്യമില്ലായ്മ ചെയ്തു, സത്രങ്ങൾ പണി കഴിപ്പിച്ചു, മസ്ജിദ് നബവി വിശാലമാക്കി, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലാക്കുക. പിന്നെന്താണ്? കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ചതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പം അതുപോലെ മറ്റു ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത അൽ കിദം എന്നതിൻ്റെ അർത്ഥം എന്ത്? അൽ കിദം വാജിബായ സിഫത്തിൽ രണ്ടാമത്തതാണ്. അൽ കിദം അനാദ്യനായിരിക്കുക. അൽ കിദം അനാദ്യനായിരിക്കുക. അതിൻ്റെ വിപരീതം അൽ ഹുദൂസ് പുതുതായി ഉണ്ടാവുക. അടുത്തത് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച ബൽഹിലെ രാജാവ് ആരാന്നാണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ചു. ബൽഹിലെ രാജാവ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. അടുത്തതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഈമാൻ എന്നാൽ എന്ത്? എന്താണ് ഈമാന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അതുപോലെ ആരാണ് മുഅ്മിൻ എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലും അത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനുമാണ് മുഅ്മിൻ. മനസ്സിലാക്കി പഠിക്കുക. ലോകത്ത് ഹൈറും ഷർറും നടക്കുന്നു. നാം എന്ത് ചെയ്യണം? ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ്. അപ്പോൾ ഹൈറായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശുക്ർ ചെയ്യണം. ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ലോകത്ത് ഹൈറും ഷർറും നടക്കുന്നു. നാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈക്കൊള്ളുന്നവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ മനസ്സിലാക്കുക. പുലർന്ന ഖുർആനിക പ്രവചനത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന പാഠഭാഗമുണ്ട്. 13ാമത്തെ പാഠം. ആ പാഠം നന്നായി മനസ്സിലാക്കുക. സാഹിത്യമേന്മ, പ്രവചനങ്ങൾ, സമ്പൂർണ്ണ നിയമങ്ങൾ, സ്വാധീന ശക്തി, വൈജ്ഞാനിക മേന്മ, ഇതൊക്കെ ഖുർആനിനുള്ള മഹത്വങ്ങളാണ്. അപ്പം അതിൽ ഖുർആനിൽ പുലർന്ന പ്രവചനങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആനിൽ
പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. അപ്പം അതിൽ നിന്നൊന്ന് എഴുതാം. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞത് എഴുതാം, മനസ്സിലാക്കുക. അടുത്തത് കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവക്ക് എങ്ങനെ നന്ദി ചെയ്യണം? എങ്ങനെ നന്ദി ചെയ്യണം? കേൾവിയും കാഴ്ചയും അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അപ്പം ഈ രണ്ട് അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയുമാണ് ശുക്ർ ചെയ്യേണ്ടത്. നന്മയിൽ ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് ശുക്ർ ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കുറേ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായി അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തിയത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖുറൈശികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ച് സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? എന്തിനായിരുന്നു? ഭരണ സൗകര്യത്തിനാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. ഭരണ സൗകര്യത്തിനാണ്. സംസ്ഥാനങ്ങളുടെ ഭരണം അമീറുമാരെ നിയമിച്ചു. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് എന്നിട്ട് അമീർമാരെ നിയമിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 2 കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഹൃദയത്തിൻ്റെ സ്പന്ദനം, രക്തത്തിൻ്റെ ഒഴുക്ക്, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. 2 കാര്യങ്ങൾ എഴുതുക. ഹൃദയത്തിൻ്റെ സ്പന്ദനം, രക്തത്തിൻ്റെ ഒഴുക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദുന്നൂറൈൻ എന്ന് പേര് വരാൻ കാരണം എന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ എന്ന് പേര് വരാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെയും അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും വിവാഹം ചെയ്തു. ഇതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ എന്ന് പേര് വന്നത്. മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത 5 വരിയിൽ കുറയാതെ എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ. എന്താണ്? ഇസ്ലാം സമാധാനത്തിൻ്റെ മതം. ഇസ്ലാമുദ്ദീനി എന്ന പാഠം ഉണ്ടായിരുന്നു, 18ാമത്തെ പാഠം. ആ പാഠത്ത് പറയുന്നുണ്ട് എന്താണ്? ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം. ശാന്തി, സമാധാനം എന്നെല്ലാം അതിനർത്ഥമുണ്ട്. സലാം അല്ലാഹു തആലയുടെ നാമങ്ങളിൽ ഒന്നാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്. ദേവാലയങ്ങൾക്ക് കേടുപാടുകൾ വരുത്തരുത്. പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ തമ്മിലുള്ള അഭിവാദനം സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അക്രമം, അസ്വസ്ഥത, അരാജകത്വം തുടങ്ങിയവയിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു. അപ്പോൾ ആ പാഠം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാവുന്ന രീതിയിൽ ഉണ്ടാക്കി എഴുതുക, മനസ്സിലാക്കുക. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങളാണ്. ഇതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെതും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്താണ്? ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. പിന്നെന്താണ്? ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കി. പിന്നെന്താണ്? 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കി. ഇതൊക്കെ
ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പാഠഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതൊരു റിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.